നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട്ട് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. അട്ടപ്പാടിയിൽ മധുവിന് ശേഷം വാളയാറിലും മനുഷ്യനെ തല്ലിക്കൊന്നു. മരിച്ചത് ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാമനാരായണ ബയ്യാർ. സംഭവത്തിൽ 5 പ്രദേശവാസികൾ അറസ്റ്റിൽ. പാലക്കാട് ധോണിയിൽ റോഡരികിൽ കാറിന് തീവച്ച് ആത്മഹത്യ ചെയ്തതായി സംശയം. കാറിനകത്ത് തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞ മൃതദേഹം കാറുടമ മുണ്ടൂർ വേലിക്കാട് വടക്കൻകാട് സ്വദേശി ജോസഫിൻ്റെതെന്ന നിഗമനം. ചേലക്കോട്ടുകരയിൽ തീപിടുത്തം. കടമുറിയുടെ നവീകരണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ചു വച്ചിരുന്ന സാമഗ്രികളാണ് കത്തിനശിച്ചത്. തൊട്ടടുത്ത വീട്ടിലെ AC യൂണിറ്റും കത്തിനശിച്ചു. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ഓങ്ങല്ലൂർ കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഒറ്റപ്പാലം വരോട് പാതയോരത്ത് വെച്ച് യുവാവിനെ കുത്തേറ്റു. വരോട് സ്വദേശി രാഹുലിനാണ് കഴുത്തിൽ കുത്തേറ്റത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട്ടെ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. അട്ടപ്പാടി മധുവിന് ശേഷം വാളയാറിലും മനുഷ്യനെ തല്ലിക്കൊന്നു. ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാമനാരായണൻ ബയ്യാറാണ് മരണപ്പെട്ടത്. സംഭവത്തിൽ 5 നാട്ടുകാരെ ഇതുവരെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടാവെന്ന സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആൾക്കൂട്ടം വളഞ്ഞു. ചോദ്യം ചെയ്യൽ എന്ന പേരിൽ ക്രൂരമായി തല്ലി. ഒടുവിൽ ആ അതിഥി തൊഴിലാളി ചോര തുപ്പി മരിച്ചു. 2018 അട്ടപ്പാടിയിൽ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചെന്ന കുറ്റം ചുമത്തി ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ആദിവാസി യുവാവ് മധുവിനെ പോലെ അട്ടപ്പള്ളത്ത് ബുധനാഴ്ച വൈകിട്ട് 6:30യോടെയാണ് മോഷണശ്രമം ആരോപിച്ച് പ്രദേശവാസികൾ പിടികൂടി മർദ്ദിച്ച ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാമനാരായണ ബയ്യാർ മരിച്ചത്. നാട്ടുകാരായ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ടെന്നും മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാലേ വ്യക്തമാകൂ എന്നും വാളയാർ ഇൻസ്പെക്ടർ NS രാജീവ് പറഞ്ഞു. രാമനാരായണൻ മദ്യപിച്ചിരുന്നു. എന്നാൽ കയ്യിൽ മോഷണ വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ധോണിയിൽ റോഡരികിൽ കാറിന് തീവച്ച് ആത്മഹത്യ ചെയ്തതായി സംശയം. മുണ്ടൂർ വേലിക്കാട് വടക്കൻകാട് സ്വദേശി ജോസഫിന്റെ കാറാണ് കത്തിയത്. കാറിനകത്ത് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. കഴിഞ്ഞ ദിവസം 4 മണിയോടെ ധോണി അരമണിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് റോഡരികിൽ കാർ കത്തിയത്. കാറിന് തീവച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. DNA ഫലം വന്നതിനു ശേഷമേ മരിച്ചതാരെന്ന് സ്ഥിരീകരിക്കാനാവൂ. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മുട്ടിക്കുളങ്ങര പമ്പിൽ നിന്നും കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയും കൂടാതെ കന്നാസിൽ 9 ലിറ്റർ പെട്രോളും പോൾ ജോസഫ് വാങ്ങിയിരുന്നു. ഇതാണ് മരിച്ചത് പോൾ ജോസഫാണെന്ന നിഗമനത്തിലെത്തിയത്. കത്തിക്കരിഞ്ഞ നിലയിൽ പോളിന്റെ മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയുമെത്തിയാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത്. കുന്നംകുളം ഭാഗത്തുനിന്നും തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഓങ്ങല്ലൂരിൽ കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി 10:30 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. കഴിഞ്ഞ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഓങ്ങല്ലൂർ സെൻട്രലിൽ അപകടമുണ്ടായത്. കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അമിതമായി കോൺക്രീറ്റ് ഉണ്ടായതിനാൽ മുൻഭാഗം ഉയർന്നോടെ കോൺക്രീറ്റ് മിക്സർ വാഹനം പാതയിലേക്ക് മറിയുകയായിരുന്നു അത്രേ. ഇതേ തുടർന്ന് കോൺക്രീറ്റ് പാതയിൽ പോയിരുന്നു. പിന്നീട് പട്ടാമ്പിയിലെ ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവസ്ഥലത്ത് എത്തിയ ശേഷം വെള്ളം ഉപയോഗിച്ചാണ് പാതയിലെ കോൺക്രീറ്റ് നീക്കം ചെയ്യാനായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ചേലക്കോട്ടുകരയിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. CJ തോമസ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കടമുറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന സാമഗ്രികളാണ് കത്തി നശിച്ചത്. തൊട്ടടുത്ത വീട്ടിലെ ഔട്ട്ഡോർ AC യൂണിറ്റും തീ പടർന്ന് നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനായത്. ഒറ്റപ്പാലം വരോട് പാതയോരത്ത് വെച്ച് യുവാവിന് കുത്തേറ്റു. വരോട് സ്വദേശിയായ രാഹുലിനാണ് കഴുത്തിൽ കുത്തേറ്റത്. വരോട് കുണ്ടുംപറമ്പ് ജംഗ്ഷനിൽ വെച്ച് ബുള്ളറ്റിൽ സഞ്ചരിക്കുകയായിരുന്ന രാഹുലിനെ തടഞ്ഞു നിർത്തി കുത്തുകയായിരുന്നു. കഴുത്തിൽ ഗുരുതരമായി മുറിവേറ്റ രാഹുലിനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. 2021 രാഹുലിൻ്റെ സുഹൃത്തായ പ്രശാന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിയെന്നാണ് പോലീസ് പറയുന്നത്. വിജീഷ്, ഷിജിൽ, വൈശാഖ് എന്നിവരെ പ്രതി ചേർത്തുകൊണ്ട് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഇതിൽ 2 പേർ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. 2021 ഒറ്റപ്പാലം വരോട് വീട്ടാമ്പാറയ്ക്കും
കോന്ത്രംകുന്നിനും ഇടയിൽ റോഡിൽ വെച്ചുണ്ടായ നിസ്സാര വാക്കുതർക്കവും മുൻ വൈരാഗ്യവും മൂലമാണ് പ്രശാന്തിനെ മൃഗീയമായി മർദ്ദിച്ച പ്രതികൾ അവശനാകുന്നത്. മാസങ്ങളോളം ചികിത്സയിലിരിക്കെയാണ് പ്രശാന്ത് മരണപ്പെടുന്നത്. പ്രശാന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സെഷൻസ് കോടതിയിൽ വിചാരണ നടന്നുവരികയാണ്. ഈ കേസിൽ സാക്ഷികളെ ഹാജരാക്കാൻ രാഹുൽ ഇടപെട്ടതാണ് ഇത്തരമൊരു കത്തിക്കുത്തിൽ കലാശിച്ചെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരം. കുത്തേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുളപ്പുള്ളിയിൽ അനുസ്മരണ യോഗം ചേർന്നു. BJP ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടി BJP ജില്ലാ സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കുളപ്പുള്ളിയിലെ BJP ഓഫീസിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി BJP ജില്ലാ സെക്രട്ടറി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നന്മ മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തനങ്ങൾ നൽകിയിരുന്ന, സമൂഹത്തിൽ സേവനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ചിരുന്ന, അതുപോലെ തന്നെ അഭിഭാഷകനായിരുന്ന, സമൂഹത്തിലെ മുഴുവൻ ആളുകളുമായും നല്ല അഭിപ്രായവും നല്ല ഒരു പ്രസിദ്ധിയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വർഗീയ രഞ്ജിത്ത് ശ്രീനിവാസൻ. എന്തിനാണ് അദ്ദേഹത്തെ കൊല ചെയ്തത് എന്ന് ഇപ്പോഴും ഒരു മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയമായി നിൽക്കുന്നു. ഈ പാലക്കാട് നമ്മുടെ പ്രവർത്തകനായിരുന്ന സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു മൃഗീയമായിട്ടുള്ള ഒരു ക്രൂര കൊലപാതകം ആലപ്പുഴയിൽ നടന്നത്. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KT രവിദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സിനി മനോജ്, BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, കുഞ്ഞുകുട്ടൻ, ഗോപകുമാർ, മനോജ്, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. OBC മോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വർലയ സൂര്യനൃത്ത സംഗീതോത്സവത്തിന് ഡിസംബർ 21 പാലക്കാട്ടെ തിരുതെളിയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിലെ പ്രശസ്തമായ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുമെന്ന് സെക്രട്ടറി TR അജയൻ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്തർദേശീയ സംഗീതജ്ഞനും ഗ്രാമി അവാർഡ് ജേതാവുമായ ഡോക്ടർ L. ശങ്കർ 21 ഡബിൾ വയലിൻ വായ്പാട്ട് അവതരിപ്പിക്കും. ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, ഗാനമേള, ഫ്യൂഷൻ, ഉപകരണ സംഗീതം ഉൾപ്പെടെ 26ഓളം വിവിധ കലാരൂപങ്ങൾ 10 ദിവസങ്ങളായി അരങ്ങിലെത്തും. കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാരം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും, സ്വരലയ വിജയ് പുരസ്കാരം പിന്നണി ഗായകൻ സതീഷ് ബാബു കോഴിക്കോടിനും 28 സമർപ്പിക്കും. തരത്തിലുള്ള അവാർഡ് MA ബേബിയാണ് നൽകുന്നത്. സതീഷ് ബാബുവിനുള്ള അവാർഡ് നൽകുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സജി ചെറിയാനാണ്. ഇത്രയും നമ്മുടെ പ്രഗത്ഭരായ ആളുകൾ അതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അത് കൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാം എല്ലാ ദിവസവും അതിഥികളായിട്ടും പങ്കെടുക്കുന്നു. ഗ്രാമി അവാർഡും നേടുകയും ഓസ്കാർ അവാർഡിലേക്ക് നോമിനേഷൻ ലഭിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഏക സംഗീതജ്ഞനാണ് അദ്ദേഹമാണ് ഈ പരിപാടി, അന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. 20-ാം തീയതി, 21-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ പരിപാടി. 20-ാം തീയതി പാലക്കാട്ടെ സംഗീത പ്രേമികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മാസ്റ്റർ ക്ലാസ് നടത്തുന്നത്. നമ്മൾ ഇവിടെ സംഗീതത്തിൽ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം വന്ന് അത് കേൾക്കാം. ഒരു വർഷക്കാലം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സ്വരലയ നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനവും സ്വരലയ വേദിയിൽ സമർപ്പിക്കും. ഇതോടൊപ്പം അധ്വാനത്തിലൂടെ പ്രശസ്തിയിലെത്തിയ പാലക്കാടിൻ്റെ പ്രതിഭകളെയും ആദരിക്കും. 10 ദിവസങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമുള്ള കലാ സാംസ്കാരിക പ്രവർത്തകർ സ്വരലയ വേദിയിലെത്തും. അതിപ്രശസ്ത പിന്നണി ഗായകൻ SBBയുടെ പ്രതിഭാസ്ഥാപനം, കേരളത്തിലെ കലാമണ്ഡലം സംഗീത നാടക അക്കാദമി, മാപ്പിള കലാകേന്ദ്രം തുടങ്ങിയവയുമായി സഹകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും TR അജയൻ പറഞ്ഞു. ട്രഷറർ പ്രസാദ് മാത്യുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിത്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ
അടുത്തറിയാനും ജീവിത വിജയത്തിന് AI സ്വാധീനവും അടുത്തറിയാനായി AI കമ്മ്യൂണിറ്റി ക്ലബ്ബ് ഓഫ് പാലക്കാട് ഡിസംബർ 20-21 തീയതികളായി മേഴ്സി കോളേജിൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. കോൺക്ലേവിൽ AI മേഖലയിൽ ഗവേഷണവും പഠനവും നടത്തുന്ന വിദഗ്ധർ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് പരിക്കൽ രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എങ്ങനെയാണ് ഈ മേഖലയെ കാണേണ്ടതെന്നും എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളാണ് വിദ്യാർത്ഥികൾ അവലംബിക്കേണ്ടതെന്നും അതിന് ടീച്ചർമാർ എങ്ങനെയാണ് മാറേണ്ടതെന്നും ഇങ്ങനെയുള്ള വിശദമായ ചർച്ചയാണ് ഇതിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും നമുക്കറിയാം AI എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മേഖലയിലും AI ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഡോക്ടർമാർക്ക് മാത്രമായിട്ടൊരു സെഷൻ, എഞ്ചിനീയർമാർക്ക് മാത്രമായിട്ടൊരു സെഷൻ, അഡ്വക്കേറ്റ്സിന് മാത്രമായിട്ടൊരു സെഷൻ, അങ്ങനെ 2-ാം ദിവസത്തെ പരിപാടികൾ അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് ആദ്യം ഒരു 250 മുതൽ 300 ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവും. വിദ്യാഭ്യാസ മേഖലയിൽ AI വരുത്തുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകരും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിലൂന്നിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ആരോഗ്യം, വ്യവസായം, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് അഭിരുചിയുള്ള മേഖലകളിൽ AI സ്വാധീനത്തെ തിരിച്ചറിയാൻ ഉപകരിക്കും. വിദ്യാർത്ഥികളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിവിധി പ്രാവർത്തികമാക്കുന്നതിൽ അധ്യാപകരെയും രക്ഷിതാക്കളെയും സഹായിക്കാനും AI ഉപകരിക്കും. വിദ്യാഭ്യാസ മേഖലയെ കൂടാതെ പ്രൊഫഷണലുകൾക്ക് വേണ്ടിയുള്ള കോൺക്ലേവിലും ക്ലാസുകളുണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ D. രവീന്ദ്രനാഥ്, സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ പ്രഹ്ലാദ് വടക്കേപ്പാട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ലിജീഷ്, കൊച്ചിൻ സർവകലാശാലയിലെ ഡോക്ടർ ദിവ്യ മോഹൻ, ഡോക്ടർ ശബരിമല മണികണ്ഠൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു. സെക്രട്ടറി MK രമേശ്, ലക്ഷ്മി പത്മനാഭൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി മംഗലം ഹെയർപിൻ വളവ് വാഹനഗതാഗതത്തിന് ഭീഷണിയാകുന്നു. S ആകൃതിയിലുള്ള വളവിൽ അപകടം സംഭവിച്ചാൽ വാഹനങ്ങൾ വലിയ താഴ്ചയിലേക്ക് വീഴാനാണ് സാധ്യത. മംഗലം മുരുക്കുംപറ്റ റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഭാരം കയറ്റി വരുന്ന വലിയ വാഹനങ്ങളാണ് പലപ്പോഴും കയറാനാകാതെ വിഷമിക്കുന്നത്. ചില വാഹനങ്ങൾ ഇവിടെ തിരിയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതും ഗതാഗതം നിലയ്ക്കുന്നതും പതിവാണ്. ചിലപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ട അപകടങ്ങൾ സംഭവിച്ചാൽ 50 മീറ്ററോളം താഴ്ചയിലേക്കായിരിക്കും വീഴുക. പിറകോട്ട് വരുന്ന വാഹനം തടയാനുള്ള സൈഡ് ഭിത്തികളൊന്നും ഇല്ല. ഒരാൾ ഉയരത്തിൽ സൈഡ് ഭിത്തി കെട്ടി ഉയർത്തണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ ഭാരതപ്പുഴയോർത്തെ കുട്ടികളെ പാർക്കിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കേന്ദ്ര സംസ്ഥാന നഗരസഭാ വിഹിതമായ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത്. നിലവിലെ പാർക്ക് പുനർനിർമ്മാണ പ്രവൃത്തിയിലൂടെയാണ് കുട്ടികളെ പാർക്കാക്കി മാറ്റുന്നത്. ഷൊർണൂരിൽ ശാന്തിതീരം പൊതുശ്മശാനത്തിന് സമീപത്തായി ഭാരതപ്പുഴയോർത്താണ് കുട്ടികളുടെ പാർക്കിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ പാർക്കിലെ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായതിനെ തുടർന്നാണ് പുനർനിർമ്മാണത്തിലൂടെ കുട്ടികളുടെ പാർക്കാക്കി മാറ്റാൻ നഗരസഭ തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബർ 11-ന് P. മമ്മിക്കുട്ടി MLA നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ബാത്റൂം അടക്കമുള്ള കൂടുതൽ സൗകര്യത്തോടു കൂടിയാണ് കുട്ടികളുടെ പാർക്ക് തയ്യാറാക്കുന്നത്. നിലം ടൈൽ പാകിക്കൊണ്ട് കുട്ടികൾക്കായി കൂടുതൽ കളി ഉപകരണങ്ങൾ ഒരുക്കും. അമൃതം 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന നഗരസഭാ വിഹിതമായ 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കുന്നത്. പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നിലവിലെ പാർക്ക് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നതായി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ട് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. അട്ടപ്പാടിയിൽ മധുവിന് ശേഷം വാളയാറിലും മനുഷ്യനെ തല്ലിക്കൊന്നു. മരിച്ചത് ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാമനാരായണ ബയ്യാർ. സംഭവത്തിൽ 5 പ്രദേശവാസികൾ അറസ്റ്റിൽ. പാലക്കാട് ധോണിയിൽ റോഡരികിൽ കാറിന് തീവെച്ച് ആത്മഹത്യ ചെയ്തതായി സംശയം. കാറിനകത്ത് തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞ മൃതദേഹം. കാറുടമ മുണ്ടൂർ വേലിക്കാട് വടക്കൻകാട് സ്വദേശി ജോസഫിൻ്റെതെന്ന് നിഗമനം. ചേലക്കോട്ടുകരയിൽ തീപിടുത്തം. കടമുറിയുടെ നവീകരണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ചു വച്ചിരുന്ന സാമഗ്രികളാണ് കത്തിനശിച്ചത്. തൊട്ടടുത്ത വീട്ടിലെ AC യൂണിറ്റും കത്തിനശിച്ചു. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ഓങ്ങല്ലൂർ കോൺക്രീറ്റ് മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഒറ്റപ്പാലം വരോട് പാതയോരത്ത് വെച്ച് യുവാവിനെ കുത്തേറ്റു. വരോട് സ്വദേശി രാഹുലിനാണ് കഴുത്തിൽ കുത്തേറ്റത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.